വീട്ടിലെ എൻ്റെ എന്ന് അവകാശപ്പെടുന്ന മുറി ഇതാണ് കേട്ടോ. അപ്പോൾ 2 വർഷത്തോളം ആരും ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് ഭാർഗവി നിലയം പോലെ കിടക്കുമായിരുന്നു എൻ്റെ ഈ മുറി. പിന്നെ ഒന്നും നോക്കിയില്ല, റിനോവേഷൻ ഒരു ഐഡിയ മനസ്സിൽ ഉദിച്ചു വന്നതുകൊണ്ട് പഴയ സ്റ്റിക്കറൊക്കെ അങ്ങ് പറിച്ചു കളയാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ സ്റ്റിക്കറെല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പെയിൻറ് അടിക്കാനുള്ള പെയിൻറ് മേടിക്കാൻ പോവാം. കുഞ്ഞുനാളിൽ ബുക്കുകളിൽ മാത്രം പെയിൻറ് അടിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒറ്റയ്ക്കൊരു റൂം മൊത്തം പെയിൻറ് അടിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. സോറി, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കൂടെ നമ്മുടെ ഡുഡുവും പെയിൻറ് അടിക്കാൻ കൂടിയായിരുന്നു. റൂം പെയിൻറ് ചെയ്യാനുള്ളൊരു ഉദ്ദേശം റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ യൂട്യൂബിന് പറ്റുന്ന ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് കൂടെ പണിതെടുക്കണ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്ററൈസ്ഡ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റിയുള്ള പോസ്റ്റേഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. മുൻപരിചയം ഇല്ലാത്തൊരു ഫീൽഡാണ് പെയിൻറ്റിങ് ജോബ് എന്ന് എൻ്റെ റൂമിലെ ചുമരുകൾ പറയാതെ പറയണ്ടായിരുന്നു. അപ്പോൾ പോസ്റ്റേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് റൂമിൻ്റെ ലുക്ക് ഏറെക്കുറെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പെയിൻറ്ററിനെ വിളിച്ച് നല്ലൊരു പെയിൻറ്റ് ജോബും കഴിഞ്ഞിട്ട് നല്ലൊരു